ഹലോ വെൽക്കം ടു ഓൾ. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് വേ പ്രോട്ടീൻ. കൂടുതലും ജിമ്മിൽ പോകുന്ന ആൾക്കാരായിരിക്കും വേ പ്രോട്ടീനെ പറ്റി കേട്ടിട്ടുണ്ടാവുക. സോ എന്താണ് വേ പ്രോട്ടീൻ, ഏതൊക്കെ ടൈപ്സിലുണ്ട്, ഏത് പ്രോട്ടീനാണ് നല്ല ബ്രാൻഡ്, പിന്നെ ഏതൊക്കെ ടൈപ്സിലുണ്ട്, ആർക്കൊക്കെ യൂസ് ചെയ്യണം, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോയാണിത്. വേ പ്രോട്ടീൻ്റെ മാനുഫാക്ചറിങ് സ്റ്റെപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കൗസ് മിൽക്ക് എന്നാണ് നമ്മൾ വേ പ്രോട്ടീൻസ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ദെൻ ചീസ് പ്രൊഡക്ഷൻ്റെ പാർട്ടിൽ ചീസ് പ്രൊഡക്ഷൻ്റെ സമയത്ത് നമുക്ക് രണ്ട് ബൈ പ്രോഡക്ട്സ് കിട്ടും. ഫസ്റ്റ് ചീസ് ആൻഡ് ദെൻ ലിക്വിഡ് ഫോം. അപ്പം ഈ ലിക്വിഡ് ഫോമിനെ നമ്മൾ പിന്നെ പ്യൂരിഫിക്കേഷൻ, ഫിൽട്രേഷൻ, ഡ്രൈയിങ് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നു. ചോക്ലേറ്റ്, വാനില അതുപോലത്തെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടുന്നു. ദെൻ വേ പ്രോട്ടീൻസ് എങ്ങനെ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു? നമ്മുടെ ലീൻ ആയിട്ടുള്ള മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് വേ പ്രോട്ടീൻസ്. ഇത് നമ്മൾ വർക്കൗട്ടിന് മുന്നേയും വർക്കൗട്ടിന് ശേഷം വർക്കൗട്ടിന് ഇടയിലായാലും ഈ വേ പ്രോട്ടീൻസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ വിഗ്രസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം വേ പ്രോട്ടീൻസ് എടുക്കുകയാണെങ്കിൽ ആ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രോട്ടീൻസ് ഏതൊക്കെ ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ്. പ്രോട്ടീൻ പൗഡർ ഉണ്ട്, പ്രോട്ടീൻ ബാർസ് ഉണ്ട്, പ്രോട്ടീൻ ഷേക്ക് ഉണ്ട്, പ്രോട്ടീൻ പിൽസ് ഉണ്ട്, പ്രോട്ടീൻ സോഫ്റ്റ് ജെൽസ് ഉണ്ട്, പ്രോട്ടീൻ ക്യാപ്സ്യൂൾ ഉണ്ട്, പ്രോട്ടീൻ കുക്കീസ് ഉണ്ട്. അപ്പം ഇത്രയും ഫോമിൽ പ്രോട്ടീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് എത്ര ഗ്രാം പ്രോട്ടീൻ വേണം, ഡെയിലി നമ്മൾ എത്ര പ്രോട്ടീൻ എടുക്കണം. ഇപ്പോൾ എനിക്ക് 60 kg ആണെന്ന് വെച്ചോ, 60 × 1.2, അപ്പോൾ നമുക്ക് 72 ഗ്രാം എന്ന് കിട്ടും. ഡെയിലി ഞാനിപ്പോൾ 72 ഗ്രാം പ്രോട്ടീൻസ് എടുക്കണം. ദെൻ നമ്മുടെ ഹൈലി റെക്കമെൻഡഡ് വേ പ്രോട്ടീൻ്റെ ബ്രാൻഡ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഓൺ ഉണ്ട്, ദെൻ ഡയമറ്റേഴ്സ്, ഒപ്റ്റിമം ന്യൂട്രീഷൻ, മൈ പ്രോട്ടീൻ. ഇങ്ങനെ 4 എണ്ണമാണ് മെയിൻലി നമ്മൾ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേ പ്രോട്ടീൻ്റെ ബ്രാൻഡ്സ്. സോ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീനകത്ത് 25 ഗ്രാം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഏജ് അനുസരിച്ച് വേ പ്രോട്ടീൻ എടുക്കുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പം 80 kg ഉള്ള ഒരാളിന് നമുക്ക് 3 സ്കൂപ്പ് വരെ വേ പ്രോട്ടീൻസ് എടുക്കാം. 80ൽ കുറവാണെങ്കിൽ 2 സ്കൂപ്പ് എടുക്കാൻ പാടുള്ളൂ. ദെൻ വേ പ്രോട്ടീൻ എങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുമെന്നാണ്. വാട്ടറിൽ, മിൽക്കിൽ, സ്മൂത്തീസ് ആയിട്ട് ഷേക്ക് അടിക്കാം. ദെൻ കുക്കീസ്, പാൻ കേക്ക്, അങ്ങനെ ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് വേ പ്രോട്ടീൻസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ടൈപ്സ് ഓഫ് വേ പ്രോട്ടീൻസ്. എത്ര ടൈപ്പ് ഉണ്ട് വേ പ്രോട്ടീൻസ് എന്നാണ്. മെയിൻലി 3 ടൈപ്പാണ്: വേ പ്രോട്ടീൻ ഐസൊലേറ്റ്, വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആൻഡ് വേ പ്രോട്ടീൻ ഹൈഡ്രോസിലേറ്റ്. ഈ വേ പ്രോട്ടീൻ ഹൈഡ്രോസിലേറ്റ് ആണ് മോസ്റ്റ് പ്യൂരിഫൈഡ് ഫോം എന്ന് പറയുന്നത്. അതിനകത്ത് 90% പ്രോട്ടീൻസ് ആയിരിക്കും. ഈസിലി ഡൈജസ്റ്റ് ചെയ്യും. ഒരു 0 to 30 മിനിറ്റ്സ് കൊണ്ട് ഡൈജസ്റ്റ് ആവുന്ന പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ ഹൈഡ്രോസിലേറ്റ് എന്ന് പറയുന്നത്. ഐസൊലേറ്റ് എന്ന് പറയുമ്പം ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് വേ പ്രോട്ടീൻ ഐസൊലേറ്റ്. ഇതിനകത്തും ഹൈ കാർബ്സ് അടങ്ങിയിട്ടുണ്ട്, ഈസിലി ഡൈജസ്റ്റിംഗ് ആണ്. ദെൻ ഫസ്റ്റ് എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. അതിനകത്ത് ഒരു 80% പ്രോട്ടീൻസ് ആണ് ഉള്ളത്. പിന്നെ പറയുന്നത് വെച്ചാൽ വേ പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നി ഡാമേജ് സംഭവിക്കുമോ? ഇപ്പം മുന്നേ കിഡ്നി ഡാമേജ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വേ പ്രോട്ടീൻ എടുക്കുക. ദെൻ യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ വേ പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. കിഡ്നി പ്രോബ്ലം നേരത്തെ ഇല്ലാത്ത പേഷ്യൻറ്റിനാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്നതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.